പിന്നെ നാസർ സുലമി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു വെല്ലുവിളിച്ചിട്ടില്ല. ആരോ എവിടെയോ എന്തോ നടന്നൊരു ചർച്ചയിൽ ഞാൻ അയാളെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ ഏറ്റെടുത്തു. ഇപ്പം അയാൾ വഷളായി. അത് ആര് ചെയ്താലും അങ്ങനെയാണ്, ഞാൻ ചെയ്താലും അങ്ങനെയാണ്. ഞാൻ ആരോടും ചെയ്യില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു നാളുവഴി അറിയാത്ത ആളുകളായിട്ടാണ് നിങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത്. ഈ സലഫി വിശേഷം എന്നുള്ളത് മുജാഹിദുകളുടെ ഒരു കൂട്ടായ്മയല്ല. അതാ പേരിൽ സമസ്തയിൽപ്പെട്ട ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൃത്രിമ ഗ്രൂപ്പാണ്. വളരെ നേരത്തെ ദർവീഷ് എന്ന് പറയുന്ന ഒരാൾ, അതായത് മുപ്പര് രാവിലെ ജൂതനാണ്, ഉച്ചക്ക് ക്രിസ്ത്യാനിയാണ്, വൈകുന്നേരം നിരീശ്വരവാദിയാണ്, പിന്നെ ഇവിടെയുള്ള മുജാഹിദുകളിലെ ഒരു ഗ്രൂപ്പാണ്. ഇഷ കഴിഞ്ഞ മുപ്പര് AP സുന്നിയാണ്, പിന്നെ മുപ്പര് രാത്രി കഴിഞ്ഞ EK സുന്നിയാണ്. അയാൾ എന്താണെന്ന് അയാൾക്കെന്നറിയില്ല. അപ്പം അയാൾ മുജാഹിദായി വളരെ മാന്യനായി എന്നോട് പെരുമാറിയാണ് അത്തരമൊരു കൂട്ടായ്മയിലെന്തോ അയാൾ അന്ന് തന്നെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം ഞാൻ അപൂർവമായിട്ട് അതിൽ വരും, ഒന്നോ രണ്ടോ വർത്തമാനങ്ങൾ പറയും. യഥാർത്ഥത്തിൽ അത് മുജാഹിദുകളുടെ ഗ്രൂപ്പേ അല്ല, അത് മുനാഫിക്കുകളുടെ ഗ്രൂപ്പാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, മതം എന്നത് നേർക്ക് നേരെ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പല ഗ്രൂപ്പിലും കയറി, ഈ കമറോ, അതുപോലെ ബദർ ഉസ്താദ്, യൂസുഫ് സയദി, അനേക ആളുകളായിട്ട് സംസാരിക്കേണ്ട ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അതിൽ ഇത് അബൂ ഹന്ന എന്നാ പറയുന്ന ഒരു മൊയ്ലിയാർ, അയാളുടെ പണിയാണിത്. ആരാണ് ഈ സംവാദം രൂപപ്പെടുത്തി? 20-ന് നമ്മളൊരു പരസ്യം കൊടുക്കുന്നു. അത് പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട്. ഓർക്കണം, സംവാദം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർ തമ്മിൽ നടക്കുന്നതിൻ്റെ പേരാണ് സംവാദം. രണ്ട് കൂട്ടർ അറിഞ്ഞ് നടക്കുന്നതിൻ്റെ പേരാണ് സംവാദം. ഒരാൾ വന്നിട്ട് നീ എൻ്റെ ഭാര്യയാണെന്ന് ഒരു അന്യ പെണ്ണിനോട് പറയുമ്പോൾ അവൾ അറിയണമല്ലോ കല്യാണം. ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ അയാൾ എപ്പോഴാ ഭർത്താവായത് നീ പെണ്ണ് അറിയണമല്ലോ. ബാലുശ്ശേരി സാഹിബ് എന്തെല്ലാം വിശേഷ റാഹത്തല്ല. പിന്നെ ഞങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് നിങ്ങൾ മറ്റേ ഇഖ്റ സലഫി സമസ്ത ഗ്രൂപ്പിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഖമറുദ്ദീന് ഒരു ദുആ കൊണ്ടുവന്നപ്പോൾ ഒരു സ്വഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ. അപ്പോൾ അത് ആ സ്വഹാബിക്ക് മാത്രമാണ് ബാധകം. മറ്റു സ്വഹാബാക്കൾ ചെയ്താൽ അത് ശിർക്കാണ്. ആ സ്വഹാബി മാത്രം ചെയ്താലേ അനുവദനീയമാവുള്ളൂ എന്ന രീതിക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആൺകുട്ടിയൊന്നും വേണ്ടടോ, ഈമാൻ ഉണ്ടായാൽ മതി. മുത്തുനബീൻ്റെ ആ സ്വഹാബിക്കല്ലാതെ വേറെ ആർക്കും അത് ബാധകമല്ല. ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അക്കാലത്ത് തന്നെയുള്ള എല്ലാവർക്കും ബാധകമല്ല, പിന്നല്ലേ ബാക്കിയുള്ള കാലത്ത് എന്ത് വിചാരിച്ച് അത് പറയാൻ മടിക്കും ഞങ്ങളെന്നോ? അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. അത് പറ്റില്ല. ഹദീസ് പ്രകാരം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. മുത്തുനബിയുടെ കാലശേഷം ആർക്കും അത് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താ സംശയം? അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ, അതിന്റെ ഒരു തെളിവിന് വേണ്ടി പിന്നെ നമുക്ക് ഇഖ്റ സലഫി ഗ്രൂപ്പിൽ അത് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ഉള്ള മറ്റൊരു ഗ്രൂപ്പിൽ വെച്ചിട്ട് 20-ാം തീയതി ആ വിഷയത്തിലൊരു ചർച്ച നിങ്ങൾ രണ്ടുപേരും നടത്തി ആ തെളിവ് നിങ്ങൾ ഹാജരാക്കിയാൽ നമുക്ക് ഖമറുദ്ദീൻ സാഹിബിനെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഒരു തെളിവുണ്ടായിട്ടും നിങ്ങളത് കൊണ്ടുവന്നതെന്ന് നമുക്ക് ചോദിക്കാനുള്ളൊരു അവസരം കൂടി നിങ്ങൾ ഒരുക്കി തരണം. അതിന് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഖമറുദ്ദീൻ സാഹിബുമായിട്ടുള്ള ആ ചർച്ചയിലേക്ക് ആ വിഷയം മാത്രം, തെളിവ് നിങ്ങളെ പറഞ്ഞ തെളിവ് ഹാജരാക്കുക. പിന്നെ അതിനുവേണ്ടി മാത്രമായിട്ട് ഇൻഷാ അല്ലാഹ് 20-ാം തീയതി അതിനുള്ള അവസരം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അത്ര ചീപ്പ് പരിപാടി ചെയ്യാനേ അവർക്ക് കഴിയൂ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ചീപ്പ് പരിപാടി ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളോട് പറയുന്നത് മഹാ ചീപ്പാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് AP സുന്നികൾ എന്ന് പറയുന്നവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിത്തീരുന്നതെന്ന് അവർക്കല്ലാതെ വേറൊരാൾക്ക് പറയാൻ കഴിയില്ല. എൻ്റെ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയകളിൽ എന്നെ നിന്ദിക്കുമ്പോഴും, ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ സംഘാടകർ എന്നെ വിളിച്ച് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതിന് പോണത് എന്ന് ചോദിക്കുമ്പോഴും ഞാനിതൊന്നും അറിയുന്നില്ല. ഈ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന അവരുടെ നുണപ്രചരണം കൊണ്ട്, കളവ് കൊണ്ട്, കുലിൽ ഹക്ക വൈൻകാനമുറ, കയ്പാണെങ്കിലും സത്യം പറയാവും, പച്ച നുണ പ്രചരിപ്പിക്കാൻ രാവും പകലും സുബഹിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പച്ച നുണ പ്രചരിപ്പിച്ചിട്ട് അവരെ തിരുത്താൻ ഒരു വോയിസ് ഇടാത്ത നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വോയിസ് ഇടുമ്പോൾ എനിക്ക് നിങ്ങളുടെ സത്യസന്ധതയിൽ
സംശയമുണ്ട്. അതുകൊണ്ട് ആ കാര്യം ആദ്യം തിരുത്തുക. ഇവിടെ സംവാദം നടക്കണോ, വിഷയമുണ്ടോ, വിഷയത്തിൽ കഴമ്പുണ്ടോ ഇല്ലേ, പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ ഇല്ലേ, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിൽ കയറി ഈ രീതി ശരിയല്ല എന്നാണ്. യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. ഞാൻ അത്രേ അതിൽ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. ഞാൻ കൂടുതൽ ഇത്തരത്തിലുള്ള ഡയലോഗ് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. അല്ല, അതിപ്പോ ഞാൻ നിങ്ങളുമായിട്ടൊരു ചർച്ച ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വിഷയം നെല്ലും പതിരും വേർതിരിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റ് രൂപത്തിൽ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട്. അതിപ്പോ നിങ്ങളെ സംവാദത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി വിട്ടതൊന്നല്ല, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ വലിയൊരു അബദ്ധമാണ് അവിടെ പറഞ്ഞത്. ആ വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ഒരു അബദ്ധമാണ് പറഞ്ഞത്. അത് ഒരു വിവരമില്ലാത്ത ഒരാൾ പറയുന്ന വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അത് തീരുമാനമാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന ഒരു ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. നാളെയാണ് അവർ ഡേറ്റ് പറഞ്ഞത്. ഞാൻ ആ ഡേറ്റിന് വന്നിട്ട് ഞാൻ എന്റെ വിഷയം പറയും. അത് നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ പോയി, നിങ്ങൾ ഓടി എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല, ഞാൻ പറയൂല. പിന്നെ അത് പറയുന്ന ആളുകളെ വായ മൂടി കെട്ടാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല. നിങ്ങൾ വന്നില്ല വെച്ചിട്ടൊരു വിഷയമല്ല. ഞാൻ അതിന്റെ ഹക്ക് പറയും, അതിന്റെ പ്രാമാണികമായിട്ടുള്ള വശങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞ വോയിസിന്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞ വോയിസിന്റെ കയ്യിലുണ്ട്. ആ രണ്ട് വോയിസും നമ്മൾ അവിടെ ഇട്ടിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയും. അതിന് ആര് തടുത്താലും ഞാൻ പറയും. അതിന്റെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതല്ലേ. ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ അതഞ്ഞ് ആര് തടുത്താലും ഞാൻ പറയും. റബ്ബല്ലാതെ ഒരാൾക്ക് തടുക്കാനും പറ്റില്ല. നാളെ നടക്കുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുവല്ലോ. നമ്മൾ തീരുമാനിച്ചതാണല്ലോ. ഞാനും നിഷേധിക്കില്ല, നിങ്ങളും നിഷേധിക്കില്ല. ഇപ്പൊ എന്നോട് ചോദിക്കുന്നു, ഈ തന്തക്ക് പറഞ്ഞവനാണടാ, ഈ പറഞ്ഞ വാക്ക് പാലിക്കടാ, നാളെ സംവാദമില്ലടാ എന്നാണ്. എന്റെ അപ്പനെയും ഇമ്മനെയും ചീത്ത വിളിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ചില്ലല്ലോ. സ്വന്തപ്പനെയും ഇമ്മനെയും ആദരിക്കുന്ന ഒരാളും ഇത് ചെയ്യില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങളോട് ഏറ്റവും മാന്യമായി ഇപ്പൊ പെരുമാറുകയാണ്. എന്തുകൊണ്ടെന്നാൽ തെറ്റാർക്ക് പറ്റിയാലും തെറ്റാ, ശരി ആർക്ക് പറ്റിയാലും ശരിയാ. ഞാൻ പറഞ്ഞത് ഞാൻ പറയും. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും. പറയാത്ത പറഞ്ഞിട്ടില്ല എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് കുറ്റപ്പെടുത്താം. പക്ഷെ എൻ്റെ കൂടെ ജീവിച്ച് പരിചയമുള്ള ഒരാളും ഈ വിഷയത്തിൽ ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് പറയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നാസർ സുലമി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു വെല്ലുവിളിച്ചിട്ടില്ല. ആരോ എവിടെയോ എന്തോ നടന്നൊരു ചർച്ചയിൽ ഞാൻ അയാളെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ ഏറ്റെടുത്തു. ഇപ്പം അയാൾ വഷളായി. അത് ആര് ചെയ്താലും അങ്ങനെയാണ്, ഞാൻ ചെയ്താലും അങ്ങനെയാണ്. ഞാൻ ആരോടും ചെയ്യില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല. ആഘോഷിക്കാം, തിമർക്കാം, പക്ഷെ മരണാനന്തര ജീവിതത്തിൽ ഇതൊന്നും ഉപകാരപ്പെടില്ല ആർക്കും.